നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ചെന്താമരയുടെ കൈവശം 3 ഫോണുകൾ ഉണ്ടായിരുന്നതായി പോലീസ്. ഓണായത് അതിൽ ചെന്താമരയുടെ സുഹൃത്തിന് കൊടുത്തിട്ട് പോയ ഫോൺ. ചെന്താമര 1 വർഷം തൻ്റെ കൂടെ മാതാ കൂടരഞ്ഞി ക്വാറിയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് സുഹൃത്ത് മണികണ്ഠൻ പറയുന്നു. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോഴും ചെന്താമര എവിടെ എന്നതിനെക്കുറിച്ച് ഒരു വിവരവും പോലീസിനില്ല. ചില മൊബൈൽ നമ്പറുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു അത്തരത്തിലുള്ള വിവരങ്ങൾ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. 1 വർഷത്തോളം കാലം ഈ ക്വാറിയുടെ ഭാഗത്താണ് ചെന്താമര 1 വർഷത്തോളം കാലം ജോലി ചെയ്ത് 2023 മുതൽ കഴിഞ്ഞ ഡിസംബർ മാസം വരെ ചെന്താമര ഇവിടെ ജോലി ചെയ്തിരുന്നതായിട്ടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മണികണ്ഠൻ പറയുന്നത്. മണികണ്ഠനാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഫോൺ ഓണാക്കിയിരുന്നത്. ചെന്താമരയുടെ കയ്യിൽ 3 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിലൊരു മൊബൈൽ ഫോൺ ഈ സുഹൃത്തായ മണികണ്ഠനെ ഏൽപ്പിച്ചതിന് ശേഷം ചെന്താമര പോവുകയായിരുന്നു. ആ ഫോൺ ഓണായതിന്റെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴിക്കോട് കൂടരഞ്ഞി തിരുവമ്പാടി മേഖലകളിൽ ചെന്താമര വന്നിരുന്നോ എന്ന സംശയം പോലീസിന് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ പോലീസിന്റെ തിരുവമ്പാടി SCAയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. അല്പസമയം മുമ്പാണ് SCAയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിന്ന് പോയത്. ഇവിടെയൊന്നും ചെന്താമരയുടെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ 10 മണിയോട് കൂടിയിട്ടായിരുന്നു നാടിനെക്ക് ഞെട്ടിച്ച ഒരു ഇരട്ട കൊലപാതകം പാലക്കാട് നടന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നിടയിലാണ് കോഴിക്കോട് തിരുവമ്പാടി മേഖലയിൽ ചെന്താമര ഉണ്ടോ എന്ന രീതിയിലുള്ള ഒരു സംശയം വരാൻ ഇടയായത്. എന്നാൽ അത്തരത്തിലുള്ള സംശയത്തിനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ചെന്താമര ഒരുപാട് കാലമായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളിൽ ഒന്ന് ഓണായതാണ്. അതിനിപ്പോൾ ഒരു സംശയത്തിന് നിവാരണം വന്നിരിക്കുകയാണ്. ആ മൊബൈൽ ഫോൺ ചെന്താമര ഉപയോഗിച്ചത് തന്നെയാണ്. 2023 മുതൽ 24 ഡിസംബർ വരെയുള്ള കാലങ്ങളിൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ചെന്താമര ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ 3 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിലൊരു മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന തന്റെ സുഹൃത്തിന് അദ്ദേഹം കൈമാറുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആ മൊബൈൽ ഫോൺ ഓണാക്കിയ സമയത്താണ് ചെന്താമര മൊബൈൽ ഫോൺ ഓണാക്കി അല്ലെങ്കിൽ ചെന്താമര ഉപയോഗിച്ചിരുന്ന ഫോൺ ഓണായി എന്ന രീതിയിലുള്ള ഒരു സംശയം വരികയും അന്വേഷണം കോഴിക്കോട് തിരുവമ്പാടി മേഖലയിലേക്ക് എത്താൻ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് തിരുവമ്പാടി പോലീസിന്റെ നേതൃത്വത്തിൽ 3-4 സ്ക്വാഡുകളായിട്ട് ഇവിടെ പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള മണികണ്ഠൻ, ചെന്താമരയുടെ കൂടെ 1 വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള മണികണ്ഠൻ നമ്മോടൊപ്പം ചേരുകയാണ്. 1 വർഷത്തോളം നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തല്ലോ. അദ്ദേഹത്തിന്റെ ആ സമയത്ത് പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? പെരുമാറ്റം പറഞ്ഞാൽ തന്നെ ഈ ജോലി സമയത്ത് പറഞ്ഞാൽ 1-2 പറഞ്ഞാൽ ജോലിയൊക്കെ എല്ലാം കറക്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അയാൾ 1-2 പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ റോങ് ആകും. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ അത് സംസാരിക്കാൻ നിൽക്കില്ല. ചേട്ടനോടായിരുന്നു കൂടുതൽ അടുപ്പത്തോടു കൂടി പെരുമാറിയത്? അല്ല, ഇവിടെ മിക്കവാറും ഉള്ള പിള്ളേരെ കൊണ്ടൊക്കെ അയാൾ ഇടപഴകിയിട്ടുണ്ട്. ആളുടെ ഇവിടുത്തെ ജോലി എന്തായിരുന്നു? ഈ 1 വർഷക്കാലവും സെക്യൂരിറ്റി തന്നെയായിരുന്നു? സെക്യൂരിറ്റി ആയിട്ടുണ്ട്. വേറെ പണിയൊന്നും. ഞങ്ങളുടെ ആൾ തന്നെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു കൊലപാതകം നടത്തിയതിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചു വന്ന സമയത്താണ് ഇവിടേക്ക് ജോലിക്ക് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ചേട്ടനുമായിട്ട് പങ്കുവെക്കെ ചെയ്തിരുന്നു? അത് പറഞ്ഞാൽ അങ്ങനെയൊന്നും പങ്കാൻ പറ്റില്ല. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ ഇങ്ങനെ മൂടൗട്ടായിരിക്കണം ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു. എടാ, ഇങ്ങനെ ഒരു സംഭവം നടന്നടാ മണി, അതാരം കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ ജീവിതം തകർത്തറ, അങ്ങനെയുള്ളൊരു പണി ഞാൻ താട്ടിയത്. ഇനി 2 കൂടി ഉണ്ട്, അതേയും കൂടി താട്ടിയിട്ടേ ഞാൻ മരിക്കുള്ളൂ കണ്ട പുള്ളി പോയത്. അങ്ങനെ പറഞ്ഞു. ഇനി 2 പേരെ കൊല്ലാനുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ താങ്കൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത്? ഞാൻ തമാശ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വയസ്സായില്ലേ, ഒരു കൈവാത്തം പറ്റി, അതോടെ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചില്ലേ, അതോടെ വിടുക. ഇനിയുള്ള കാലം സന്തോഷമായിട്ടിരിക്കും. പറഞ്ഞപ്പോൾ ഇല്ലടാ, എന്നെ ചെയ്തതിനെ ഞാൻ തകർക്കും, എന്നിട്ട് ഞാൻ മരിക്കുള്ളൂ പറഞ്ഞു. അത്രയാണ്. അപ്പോൾ ചേട്ടൻ അറിയാമായിരുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധ്യത? അയാളെ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞത്. ചേട്ടൻ്റെ കയ്യിൽ ഒരു ഫോൺ തന്നിട്ടാണല്ലോ പോയത്. ഏത് സമയത്തായിരുന്നു ആ ഫോൺ തന്നത്? അതന്നെ ഈ ഡിസംബർ പോകുന്നതിന് മുമ്പാണ് എനിക്ക് തന്നത്. ആ സമയം തൊട്ടേ ചേട്ടൻ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ സിമ്മിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്ര തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഈ 2019 ഒരു കൊലപാതകം നടത്തിയതിനെ കുറിച്ചുള്ള സൂചനകളും കാര്യങ്ങളും ഒക്കെ സുഹൃത്തായിട്ടുള്ള മണികണ്ഠനുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 2 കൊലപാതകം കൂടെ നടത്തുമെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സുഹൃത്തായിട്ടുള്ള മണികണ്ഠൻ അത് വിശ്വസിച്ചിരുന്നില്ല. തമാശയ്ക്ക് പറയുന്നതാണ് എന്നാണ് കരുതിയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊരു സംഭവം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മണികണ്ഠൻ എന്തായാലും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഉച്ചയ്ക്ക് ശേഷം തിരുവമ്പാടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു അന്വേഷണവും തിരച്ചിലുമൊക്കെ ഈ ഭാഗങ്ങളിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് കണ്ടെത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും മൊബൈൽ ഫോൺ ചെന്താമര മണികണ്ഠന് കൊടുത്തിട്ട് പോയതാണ്, അത് ഓണായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാവാനിടയായ സാഹചര്യം ഉണ്ടായത് എന്ന ഒരു നിഗമനത്തിലേക്കുമാണ് തിരുവമ്പാടി പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നിലിമ. ഓക്കെ, കൂടരഞ്ഞിയിൽ നിന്നും ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആ സുഹൃത്ത് മണികണ്ഠൻ നൽകുന്ന വിവരമനുസരിച്ച് തന്നെ കൃത്യമായി ഇയാൾ
മനോവൈകൃതത്തിന് ഉടമയായിരുന്നു എന്നത് സ്ഥാപിക്കപ്പെടുകയാണ്. വിവരങ്ങളാണ് ഗോകുൽ കൂടരഞ്ഞിയിൽ നിന്നും പങ്കുവച്ചത്.